നമസ്കാരം. വിതച്ചവൻ കൊയ്യട്ടെ എന്ന് പറയുന്നത് വെറുമൊരു പഴഞ്ചൊല്ലല്ല, അതൊരു നീതിയാണ്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത് തളർന്നുപോയ ഒരു മുന്നണിയെ തോളിലേറ്റി വെല്ലുവിളികളെ ഓരോന്നായി വെട്ടിനിരത്തി മുന്നേറിയ ഒരു പോരാളിയാണ്. ഇന്ന് വിജയത്തിന്റെ മധുരം നുണയുമ്പോൾ പട നയിച്ച ആ നായകൻ തന്നെ നാട് കാക്കണമെന്ന വികാരം കേരളത്തിന്റെ മണ്ണിൽ അലയടിക്കുകയാണ്. അധികാരത്തിന്റെ അങ്കത്തട്ടിൽ അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കുമോ എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ആ ചോദ്യം. അതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? വിഡിയോ ചെന്നിത്തലയോ KC വേണുഗോപാലോ? ആ കനത്ത പ്രഹരത്തിനു ശേഷം കോൺഗ്രസ് ഇനി തിരിച്ചു വരില്ല എന്ന വിധി എഴുതിയ പ്രമുഖർ ഏറെയാണ്. പക്ഷേ അവിടെ നിന്നാണ് VD സതീശൻ എന്ന തന്ത്രജ്ഞന്റെ കരിയർ ആരംഭിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പുകമറകൾ വകഞ്ഞുമാറ്റി പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ട ആവേശം തിരിച്ചു കൊടുത്ത നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച 5 വർഷങ്ങൾ. ഇന്ന് 100-ലധികം സീറ്റുകളുമായി UDF അധികാരം പിടിച്ചെടുക്കുമ്പോൾ അണിയറയിൽ ഇതിനായി വിയർപ്പൊഴുക്കിയ ആ നേതാവിനെ ജനം നെഞ്ചേറ്റി കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ ചില ദേശീയ പാഠങ്ങളുണ്ട്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയും രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും വിതച്ചിട്ട് കൊയ്യാൻ മറ്റാരൊക്കെയോ എത്തിയപ്പോൾ തകർന്നു പോയത് വലിയ പ്രതീക്ഷകളാണ്. അധ്വാനിച്ചവർക്ക് അർഹമായത് നൽകാതിരുന്നപ്പോൾ ആ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് നഷ്ടമായി. കർണാടകയിൽ DK ശിവകുമാർ കാട്ടിയ അതേ മാന്ത്രികതയാണ് കേരളത്തിൽ സതീശൻ പുറത്തെടുത്തത്. അദ്ദേഹം നടത്തിയ നീക്കങ്ങളാണ് ഇന്ന് 102 സീറ്റുകൾ എന്ന ചരിത്ര വിജയത്തിലേക്ക് എത്തിയത്. വിജയലഹരിയിൽ പോലും അണികളെ സംയമനത്തോടെ നയിക്കുന്ന അദ്ദേഹത്തിന്റെ പക്വത ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി വീണ്ടും പഴയ തെറ്റുകൾ ആവർത്തിക്കുമോ അതോ ജനവികാരം മാനിക്കുമോ? കേരളത്തിൽ വർഗീയ ശക്തികളുടെ വഴി അടയ്ക്കാനും വികസനത്തിന്റെ പുതിയ പാത തുറക്കാനും പട നയിച്ച ആ നായകൻ തന്നെ അമരത്തു വരണമെന്നത് ഒരു രാഷ്ട്രീയ ആവശ്യം മാത്രമല്ല, കാലത്തിന്റെ കാവ്യനീതി കൂടിയാണ്. പട നയിച്ചവൻ തന്നെ നാട് കാക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം.